മയക്കുമരുന്നിനെതിരെ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. മാർച്ച് 31 മുതൽ 3 വർഷത്തേക്ക് ക്യാമ്പയിൻ നടത്താനാണ് ലക്ഷ്യം. മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും എതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം വന്നു. ആർ അച്യുതൻ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അത് രാജ്യത്തെ അല്ലെങ്കിൽ യുവതലമുറയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അവരുടെ ചിന്താശേഷിയെ, അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് മാറി എന്നാണ് ഈ യോഗത്തിൽ അമിത്ഷാ പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് ഒരു രാജ്യവ്യാപക ക്യാമ്പയിൻ ഇതിനെതിരെ ആരംഭിക്കാനായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. മാർച്ച് 31 മുതൽ 3 വർഷം തുടരുന്ന ഒരു ക്യാമ്പയിനാണ് പദ്ധതിയിടുന്നത്. ഇന്നലെ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഇത് വിൽക്കുന്നവർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകണം. മയക്കുമരുന്നിന് ഇരയാകുന്നവരെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറി അവരെ അതിൽ നിന്ന് മുക്തരാക്കുവാനുള്ള ഇടപെടൽ സമൂഹം നടത്തണം എന്നും അമിത്ഷാ പറഞ്ഞു. മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരായ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അത് താഴെ തട്ടിൽ നിന്ന് മുകളറ്റം വരെ പോകണം, തിരിച്ചും വേണം. ഇനി ഉന്നതരെയാണ് പിടികൂടുന്നതെങ്കിൽ അതിൻ്റെ കണ്ണികളെ മൊത്തം കണ്ടെത്തണം. ആ തരത്തിലായിരിക്കണം അന്വേഷണം നടത്തേണ്ടത്. മാർച്ച് 31 തന്നെ എല്ലാ വകുപ്പുകളും പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഒരു റോഡ് മാപ്പ് ഇതിനായി തയ്യാറാക്കണമെന്ന നിർദ്ദേശം ഈ യോഗത്തിലുണ്ടായി. സംസ്ഥാനങ്ങളിലെ പോലീസ് സേന ഒരു സ്ഥിരമായി തന്നെ ഒരു ദൗത്യ സംഘത്തെ ഇതിനായി നിയോഗിക്കണം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ മയക്കുമരുന്ന് മുക്തമാക്കുവാനുള്ള പോരാട്ടം അതെല്ലാവരും ഒരുമിച്ച് തന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചത്. അതിൽ ഈ 2014 മുതൽ 25 വരെയുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട കണക്കുകളും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഏതാണ്ട് 1.71 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഗൗരവത്തോടെ കൂടിയാണ് ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിനാണ് ഈ ഒരു രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിച്ചുകൊണ്ട് ഇതിനെതിരായ പോരാട്ടത്തിന് ഒരു തുടക്കം കുറിക്കാനായി കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.